ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം മലബാറി വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു വാട്ട ഈറ്റിൻ്റെയുമായി വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ കിട്ടുക എന്നുള്ളതും വിശക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കാൻ കിട്ടുക എന്നുള്ളതും ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് തന്നെയല്ലേ. അതില്ല ഇതില്ല കുറ്റങ്ങളും കുറവുകളും പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് കാണാൻ തുടങ്ങിയാൽ ജീവിതം എത്ര സുന്ദരമായിരിക്കും അല്ലേ. അങ്ങനെ രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ മുറ്റമടിക്കലും കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് ചായയും ഒരു മുട്ടയും ഒരു നേന്ത്രപ്പഴവും കഴിച്ചു കേട്ടോ. പഴം ഇരുന്ന് കറുത്തതുകൊണ്ടാണ് അത് എടുത്തത്. പൊതുവെ അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു 9:45 ആയപ്പോൾ മക്കൾ സ്കൂളിൽ പോയതിന് ശേഷം ഫ്രീ ടൈം ആയപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഒരു ഗ്ലാസ് കട്ടനും എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ തുണി അലക്കലും ആറിയിടലും ബാക്കിയുള്ള അൽക്കുലത്ത് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ കഴിക്കുക എന്നാലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാഴക്കൊല പഴുത്തത് കെട്ടി തൂക്കിയിട്ടത് കണ്ടപ്പോൾ അതിൽ നിന്നൊരു 3 പഴം ഇരിഞ്ഞെടുത്തു. പക്ഷെ 2 കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാലിപ്പൂവും പഴവും കട്ടനും അങ്ങനെ അതൊക്കെ ചേർത്ത് അങ്ങ് കഴിച്ചു. അങ്ങനെ ഉച്ചയായപ്പം ഊണ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല നാരങ്ങ അച്ചാറും ഇടിച്ചക്ക ഉപ്പേരി പപ്പടം പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയും മുളകിട്ടൊരു കറിയുണ്ട്. കയ്പ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. കയ്പ്പയ്ക്ക പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായും ചക്കക്കുരും ചേർത്തൊരു പച്ചക്കറിയും ചേർത്ത് നന്നായി അങ്ങ് ഫുഡ് കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ. വൈകുന്നേരം ആയപ്പം ഏട്ടൻ ബോണ്ട കൊണ്ടുവന്നു. ബോണ്ടയും നല്ലൊരു പാൽച്ചായയും ചേർത്ത് അങ്ങ് കഴിച്ചു. പിന്നെ ഒരു 7 മണി ആയപ്പം കാച്ചിൽ പുഴുങ്ങിയതും കട്ടനും